ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന സകല മക്കളും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന വിശ്വസ്തത. ആ വിശ്വസ്തത ജീവിതം നയിക്കുന്നവരെക്കുറിച്ച് വചനം ഇപ്രകാരം പറയുന്നു. 1 സാമുവേൽ 26-23 തിരുവചനം വായിക്കുമ്പോൾ, വിശ്വസ്തർ ദൈവസന്നിധിയിൽ സമ്മാനിക്കപ്പെടും, അവർ സമ്മാനത്തിന് അർഹരായി മാറും. ദൈവ തിരുസന്നിധിയിൽ സമ്മാനിക്കപ്പെടും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന വ്യക്തിയാണ്. അതിനു മുമ്പ് ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന വ്യക്തി കർത്താവായ യേശുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയാണ് എങ്കിൽ ആ കർത്താവിൻ്റെ പാതയിലൂടെ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തും. എന്നാൽ ഒരു വിശ്വസ്ത ജീവിതം നയിക്കാതെ കർത്താവിൻ്റെ തിരുവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ഈ സഭയിലെ ഒരു തീർത്ഥാടകനായി ജീവിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ സമ്മാനിക്കപ്പെടുക. ഇവിടെ പറയണം, വിശ്വസ്തർ ദൈവ തിരുസന്നിധിയിൽ സമ്മാനിക്കപ്പെടും. 101 സങ്കീർത്തനത്തിൻ്റെ 6 തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശ്വസ്തരെ ദൈവം പ്രീതിയോടെ വീക്ഷിക്കുന്നു. പ്രീതി, ഇഷ്ടം, സ്നേഹത്തോടെ അവനെ കാണുകയാണ്, വീക്ഷിക്കുകയാണ്, നോക്കുകയാണ്. വിശ്വസ്തരെ ദൈവം പ്രീതിയോടെ വീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിശ്വസ്തനായിട്ട്, കർത്താവിൻ്റെ ഒരു വിശ്വസ്തനായിട്ട് ജീവിച്ചാൽ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷം മുതൽ എനിക്കുള്ള സമ്മാനം കർത്താവ് ഒരുക്കിയിരിക്കും. അതുപോലെ തന്നെ പ്രീതിയോടെ അവിടുന്ന് നമ്മളെ വീക്ഷിക്കുന്നു, നോക്കുന്നു. ദൈവത്തിന് വിശ്വസ്തരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് വിശ്വസ്തരെ ഇഷ്ടമാണ്, അവിശ്വസ്തരെ ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. അവിശ്വസ്തൻ എന്ന് പറയുന്നത് ദുരാത്മാവിനാൽ അടിമപ്പെട്ട്, സാത്താനാൽ അടിമപ്പെട്ട് നയിക്കപ്പെടുന്നവരാണ്. ശരിക്കും അവിശ്വസ്തൻ എന്ന് പറയുന്നത് സാത്താനാണ്. അവൻ ചില വ്യക്തികളിൽ കയറുമ്പോഴാണ് അവിശ്വസ്ത ജീവിതം നയിക്കുന്നത്. വിശ്വസ്തൻ ദൈവമാണ്. ആ വിശ്വസ്തനായ ദൈവം ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വിശ്വസ്തത ജീവിതം നയിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് വിശ്വസ്തരെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. വിശ്വസ്തരെ ദൈവത്തിന് ഇഷ്ടമാണ് എങ്കിൽ വിശ്വസ്തത പുലർത്താത്തവരോട് ദൈവത്തിന് ഈ പറയപ്പെട്ട വലിയ ഇഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അതായത് തന്നോട് വിശ്വസ്ത പുലർത്തുന്നവരെ ദൈവം എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവരെ ദൈവം എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് സുഭാഷിതം പുസ്തകം 28 20 തിരുവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ? ഞാൻ പറഞ്ഞതല്ല കേട്ടോ. വിശ്വസ്ത പുലർത്തുന്നവരെ ദൈവം എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ കിടക്കുന്ന വചനമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകിയെത്തണമെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായിരിക്കണം. ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ നമ്മൾ വളർത്തണം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ ആ കൃപ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ആ കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ഒരുപക്ഷെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത്
അവർക്കറിവില്ലാഞ്ഞിട്ടാണോ എന്താണോ? ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആ ക്രിസ്തുവിൻ്റെ മകന് മകള് എന്ന നിലയിൽ ആ പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തു പിതാവിൻ്റെ സ്നേഹവും ആ പിതാവിൻ്റെ വചനവും ലോകത്തിന് പങ്കുവെച്ചു കൊടുത്തതുപോലെ ആ ക്രിസ്തുവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഓരോ മാമോദീസ സ്വീകരിച്ച സഭാമക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. ആ വിശ്വസ്തതാ ജീവിതം ഒരു വ്യക്തി നയിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങും. ഒരു സംശയവുമില്ല, കവിഞ്ഞൊഴുകുവാൻ തുടങ്ങും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് കവിഞ്ഞൊഴുകണോ? കർത്താവിൻ്റെ അനുഗ്രഹം കവിഞ്ഞൊഴുകണോ? അതിന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, വിശ്വസ്ത ജീവിതം നയിക്കുക. വിശ്വസ്ത ജീവിതം നയിക്കണമെങ്കിൽ നമ്മെക്കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, ശക്തി നമുക്ക് ആവശ്യമാണ്. ആ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിന് വിശ്വസ്തരെ വളരെ ഇഷ്ടമാണെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ആ വിശ്വസ്തത ജീവിതം ഞങ്ങൾ നയിക്കുമ്പോഴാണല്ലോ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്. ആ വിശ്വസ്തത ജീവിതം നയിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു. ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വിശ്വസ്തനായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.